ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് കുറേ കാലത്തിന് ശേഷം നമ്മുടെ യെസ് ആൻഡ് നോ നമ്മുടെ പെൻഡുലം റീഡിങ് ചെയ്യാൻ പോവാണ്. കുറേ ആയി ഇതെടുത്തിട്ട്. ഓക്കെ, സോ ആക്ച്വലി ഞാനിത് ഓൾറെഡി റെക്കോർഡ് ചെയ്തായിരുന്നു ഇന്നലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബട്ട് ഐ തിങ്ക് ഇത് ഇങ്ങനെ കൈ ഇങ്ങനെ കറക്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പെൻഡുലം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനൊപ്പം അത് ഇന്നലെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഫുൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എനിവേ, അപ്പോൾ ഇന്നൊന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ ഹോപ്പ് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണുമെന്നേ വിചാരിക്കുന്നു. നോക്കാം, എനിവേ റെക്കോർഡിങ് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ പേഴ്സണൽ റീഡിങ്സ് 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം. ഒരു ട്യൂസ്ഡേ കഴിയട്ടെ. ഓക്കെ, ഞാൻ വേണ്ടവർ എന്തായാലും മെസ്സേജ് ഇട്ടാലും ഞാനൊരു ട്യൂസ്ഡേക്ക് ശേഷമേ ഞാൻ ബുക്കിംഗ് കൊടുത്തു തുടങ്ങുള്ളൂ. ഞാൻ പറയാം, ഇവിടെ സ്കൂൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയമാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട്. ഓക്കെ, എനിവേ നമുക്ക് കൂടുതൽ ഇതിലേക്ക് പോകണ്ട. നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ യെസ് ആൻഡ് നോ ആയിട്ട് കിട്ടാൻ പോലെ ചോദിക്കാം. അതായത് ഇപ്പോൾ 2 ജോലിയുടെ ഓഫർ ഉണ്ട്, അതിലേത് വേണം എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് പ്രത്യേകം, ഞാൻ ഫസ്റ്റ് ജോബ് ഞാൻ ചൂസ് ചെയ്യണോ എന്ന് മാത്രം ചോദിക്കുക. സെക്കൻഡ് ജോബ് ചൂസ് ചെയ്യണോ എന്ന് അത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിൽ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഞാൻ 2 ക്വസ്റ്റ്യൻ എടുക്കാൻ വേണമെങ്കിൽ, ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെ ചോയ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യെസ് ഓർ നോ കിട്ടാൻ പോലെ നിങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ ചെയ്യണോ എന്ന് മാത്രം ചോദിക്കാം, യെസ് ഓർ നോ. ഈ കാര്യമല്ലാതെ ഞാൻ വേറെ ഒരു കാര്യം ട്രൈ ചെയ്യണോ അങ്ങനെ ചോദിക്കരുത്. ഓക്കെ, സോ കൺഫ്യൂസ് ആക്കരുത് എന്നാണ് പറയുന്നത്. യെസ് ആൻഡ് നോ ക്ലിയർ ആൻസർ വരാൻ പോലെ. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി മാത്രം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിൽ കൊണ്ടുവന്നോളൂ. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോറി, സോറി, റീഡിങ് തുടങ്ങാൻ നിൽക്കുമ്പോൾ തുമ്മൽ കയറി വന്നു. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിച്ചോളൂ. ഓക്കെ, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഐ ഹോപ്പ് നിങ്ങൾക്ക് പെൻഡുലം മൂവ് ചെയ്യുന്നത് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യന് ഒരു ആൻസർ, ക്ലിയർ ആൻസർ, നമുക്ക് യെസ് ഓർ നോ അവർ ചോദിക്കുന്നതിൻ്റെ ഒരു ആൻസർ പ്ലീസ് ഒന്ന്. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് യെസ് ഓർ നോ പ്ലീസ്. താങ്ക് യു. മനസ്സിലുള്ള ചോദ്യത്തിന് കുറച്ച് സൈഡിലേക്കാണ് പോകുന്നത്, സ്ട്രെയിറ്റ് അല്ല. നിങ്ങൾക്ക് കൈ അനങ്ങുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല, ബട്ട് എൻ്റെ കൈയിനെ പുള്ള് ചെയ്യുന്നത് പ്ലീസ് കറക്റ്റായിട്ടൊന്ന് റീഫ്രേസ് ഓർ വിൽ നോട്ട് ആൻസറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് നിങ്ങളുടെ ചോദ്യത്തിനെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് കാണാം. സോ ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ വിൽ നോട്ട് ആൻസറും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല, നിങ്ങൾക്ക് തരില്ല എന്നാണ് പെൻഡുലം പറയുന്നത്. അതായത് നിങ്ങളത് നമ്മൾ പറയില്ലേ, ഒരു ആൻസർ ഇപ്പം അറിയണ്ട എന്ന് പറയില്ലേ, അത് മുന്നോട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിന്നീട് വ്യക്തമാവും എന്നായിരിക്കാം. ഇന്നലെയും ഇതേപോലെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ഇന്നും അതേ എനർജി വന്നിട്ടുണ്ട്. സോ എന്തായാലും ഒന്നുകൂടി നിങ്ങളൊന്ന് പോസ് ചെയ്ത് വീണ്ടും ശ്രമിക്കൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ലെറ്റ്സ് സീ പ്ലീസ് വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഉള്ള ചോദ്യത്തിന് ഒരു ആൻസർ, ക്ലിയർ ആൻസർ പ്ലീസ്. അവരാഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ ലൈഫിൻ്റെ ഒരു ക്വസ്റ്റ്യനെ പറ്റി. ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, പ്ലീസ് ഒരു ക്ലിയർ ആൻസർ പ്ലീസ്. താങ്ക് യു. മേ ബി ട്രൈ അഗെയിനിലേക്ക് പോകുന്നുണ്ടായിരുന്നു, ബട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. യെസ്സിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, യെസ് വന്നിട്ടുണ്ട്. ആദ്യം പക്ഷേ മേ ബി ട്രൈ അഗെയിനിലേക്ക് പോയിരുന്നു.
ഓക്കെ. ഇപ്പോൾ യെസ്സിലേക്ക് പക്ഷെ അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം യെസ് തന്നെയാണോ ആൻസർ? ഫൈനൽ യെസ് ആണോ? ഓക്കെ, സോ യെസ് തന്നെ നന്നായിട്ട് ഇതാവുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇത് എല്ലാത്തിലേക്കും പോയി എന്ന് വേണമെങ്കിൽ നോയിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ റീഫ്രേസ് വിൽ നോട്ട് ആൻസറിലേക്ക് പോയി, ട്രൈ അഗൈൻ മേ ബിയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് യെസ്സിലേക്ക് വന്നത്. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യം എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ഓക്കെ, അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ഷമയോടെ ഇരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാനോ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനോ എന്തെങ്കിലും തയ്യാറെടുപ്പോ നിങ്ങൾക്ക് വേണമായിരിക്കാം. നല്ലോണം കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അല്ലെങ്കിൽ സോ അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നി. ഓക്കെ, അതിൽ ഓക്കെ ഫസ്റ്റ് ടൈം ഒരു കാര്യം കൂടി ഓക്കെ, നിങ്ങൾ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യൂ എന്നുകൂടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈം മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും അതൊരു ആദ്യത്തെ തവണ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. വീണ്ടും ശ്രമിക്കൂ എന്നായിരിക്കാം. ഐ തിങ്ക് ഇവിടെ പറയുന്ന എനിക്ക് ഫീൽ ചെയ്യും. ബട്ട് ഫൈനൽ നമുക്ക് യെസ്സും വന്നു. സോ യെസ്, ഫൈനലി നിങ്ങൾക്ക് അത് നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ ഒരു പോസിറ്റീവ് ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ബട്ട് അതിന് ഐ തിങ്ക് പല തവണ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പല തവണ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഗോ ത്രൂ ചെയ്യേണ്ടി വരും എന്ന രീതിക്കാണ് എനിക്ക് തോന്നിയത്. അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു യെസ് അല്ല. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ കുറച്ച് അതിന് കടമ്പകൾ കടക്കാനുണ്ടാവും, കുറച്ച് കാര്യങ്ങളത് ഓവർകം ചെയ്യാനുണ്ടാവാം. അതിനെയായിരിക്കാം കാണിക്കുന്നത്. വിൽ നോട്ട് ആൻസർ എന്നും പറഞ്ഞത് സോറി എൻ്റെ കണ്ടോ വല്ലാതെ ലൈക്ക് കയ്യിൽ നിന്ന് ഒരുപാട് ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ എന്തോ ഒരു ആങ്ഷ്യസ് എനർജി ഉണ്ട് ഇവിടെ. ഇന്നലെയും അത് തന്നെയായിരുന്നു ഞാൻ പിക്ക് ചെയ്തത്. ഒരു തരം വല്ലാതെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന പോലെ, ഓക്കെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, നിങ്ങൾക്ക് തന്നെ എന്താ വേണ്ടതെന്ന് ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. ഓക്കെ, അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലോണം. ഇവിടെയും അത് തന്നെയാണ്. ആദ്യം മേ ബിയിലേക്ക് റീഫ്രേസ് വിൽ നോട്ട് ആൻസറിലേക്ക് കാണിച്ചു, പിന്നെ ഇങ്ങോട്ട് കാണിച്ചു. സോ ഐ തിങ്ക് അതൊരു കൺഫ്യൂസ്ഡ് മൈൻഡിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സിനും കൂടി ഒന്ന് ചോദിച്ചേക്കാം. ഇറ്റ്സ് അപ് ടു യു. എക്സാക്ട്ലി, യെസ്, ടേക്ക് ആക്ഷൻ, പീസ്ഫുൾ റെസൊല്യൂഷൻ, യെസ്, ഫൈനലി വരും. ഓക്കെ, ഐ തിങ്ക് ഒന്നും എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ എടുക്കാൻ തോന്നുന്നുണ്ട്. സക്സസ് ഇന്നലെയും ഇത് തന്നെയാണ് വന്നത്, സെയിം കാർഡായിരുന്നു. റൊമാൻസ്. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ്. യെസ്, നിങ്ങളും നല്ലോണം ആക്ച്വലി നിങ്ങളുടെ മനസ്സിപ്പോഴും ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ പോലെ ഇരിക്കാൻ ശ്രമിക്കുക. കുറേ മെഡിറ്റേഷൻ പോകുമൊന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് കണ്ണടച്ച് കുറച്ച് നേരം ശാന്തമാവാൻ ശ്രമിക്കുക. മനസ്സിനെ കാമാക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ഒന്ന് ശാന്തമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. ഓക്കെ, ഏഞ്ചൽസിനോട്, ദൈവത്തിനോട് സംസാരിക്കൂ, യൂണിവേഴ്സിനോട് സംസാരിക്കൂ. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പലതും പറഞ്ഞു തരും. ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുന്നുണ്ട്. അതാണ്, നിങ്ങൾക്കിത് വേണോ? അതാണ് കാര്യം. ഐ തിങ്ക് ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്കിത് വേണോ വേണ്ടേ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങളുടെ മനസ്സ് ആദ്യം ക്ലിയർ ആക്കൂ. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒരു യെസ് ആൻസർ ഉണ്ട്. പക്ഷേ നിങ്ങളാണ് ഐ തിങ്ക് ക്ലിയർ അല്ലാത്തത് ഇപ്പോഴും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരുപാട് കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. ടേക്ക് ആക്ഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ആക്ഷൻ എടുക്കൂ എന്നുകൂടി പറയുന്നുണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്യണോ എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത് എപ്പോഴും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, അല്ലേ, ആക്ഷൻ എടുക്കുക. എന്നിട്ട് നടക്കുന്നത് പിന്നെ റിസൾട്ട് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പീസ്ഫുൾ റെസൊല്യൂഷൻ കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നെ കാര്യമായാലും അതിനൊരു സമാധാനപരമായ തീരുമാനം വരും എന്നാണ് പറയുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആണെങ്കിൽ അതിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് തന്നെ സിറ്റുവേഷനിൽ നിങ്ങൾ തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു സമാധാനം വരും. കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. എല്ലാത്തിനും തടസ്സങ്ങളൊക്കെ ഐ തിങ്ക് കുറച്ച് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയില്ലേ, ശരിക്കും പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇഷ്യൂസ് ഉണ്ട്, ചില തടസ്സങ്ങളുണ്ട്. പക്ഷെ അത് മറികടക്കാനും സാധിക്കും. ഓക്കെ, അതിന് കാര്യങ്ങൾ സോൾവ് ആയിട്ട് വരും ചെയ്യും. സക്സസ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും ശരി. റൊമാൻസ് ഇവിടെ കാണുന്നുണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചായിരിക്കാം ചോദിക്കുന്നത്. പേഴ്സണുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ, എന്തെങ്കിലും ഇഷ്യൂസ് ആണ്, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണ്, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിട്ട് അല്ലെങ്കിൽ വേറെ ആരും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് സോൾവ് ആയിട്ട് വരുന്ന രീതി കാണുന്നുണ്ട്. റൊമാൻസ് തിരിച്ച് വരുന്ന രീതിക്കാണ്. ഇതൊരു നല്ല രണ്ടുപേരുണ്ട് ഇവിടെ. ഓക്കെ, സോ ഒരു റീയൂണിയൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളുടെയോ കാര്യങ്ങളാണെങ്കിൽ അവിടെ റീയൂണിയൻ കാണുന്നുണ്ട്.
ഒരു റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സംസാരം വരിക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് സക്സസ് ഉണ്ട്. സോ മേ ബി ജോലിയിലോ ഇപ്പോൾ വർക്കിൻ്റെ അവിടെയോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് സക്സസ് വരുമെന്നാണ്. ജോലി അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ യെസ് അങ്ങനെ എന്തെങ്കിലും വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, പക്ഷേ യെസ് ഇതിൽ ചില തടസ്സങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങളുടെ മനസ്സിൻ്റെ ചോദ്യങ്ങളായിരിക്കാം, നിങ്ങളുടെ മനസ്സിൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കാം. അതെല്ലാം ആദ്യം നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു ക്ലാരിറ്റി കൊണ്ടുവരും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ഓക്കെ, സോ ഇവിടെ ആ ഒരു ചെറിയ കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്നലത്തെ ആ റീഡിംഗ് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തോ ഇന്ന് കുറച്ചുകൂടി ബെറ്റർ എനർജി ആയിരുന്നു. സോ മേ ബി എന്നാലും കൺഫ്യൂഷൻ മാറിയിട്ടില്ല. നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് നിങ്ങൾക്ക് സിറ്റുവേഷനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, ഒന്ന് ചിന്തിക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് കൂടി നോക്കാം, അതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ യെസ് യൂണിവേഴ്സ് തരുന്നുണ്ട്, പിന്നീട് മുന്നോട്ട് നല്ലതാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.